happy 14th anniversary from my side. A small token of love. You guys sit there. രണ്ട് സീറ്റ് നിങ്ങൾക്ക് വേണ്ടി ആ സീറ്റ് ഇത്. ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹാന ബഷീറിൻ്റെ 14ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല ഒരു ഗോവയിലാണ് വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച ഒരു ഫാമിലി അടക്കം 2 ഭാര്യമാരും 3 മക്കളും എല്ലാവരും കൂടി ഗോവയിൽ പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇന്നത്തെ വീഡിയോ എനിക്ക് സുഹാനയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കായാലും പെണ്ണുങ്ങൾക്ക് സുഹാനയുടെ അല്ല ഏതിലായാലും നമ്മ വീഡിയോ കാണുമ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അതേപോലെ തന്നെ ഈ എന്തൊക്കെയാണ് ഈ പ്രസവത്തിനെ കൊണ്ടുപോക്കുക, അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലേ, അവരത് കാണാനും ഇതൊക്കെ. അതേപോലെ തന്നെ ഞാൻ ആ വീഡിയോ തുറന്നു നോക്കി. അപ്പം അതിൽ നല്ല സന്തോഷത്തിലാണ് ഭാര്യമാരും മക്കളും എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് 12 മണിക്ക് എണീറ്റ് മഷൂറ ബഷീർ എന്നുകൊണ്ട് ചാനലിൽ വന്നേക്കുന്നത്. അപ്പം ആരെ ചാനലിൽ നിന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, അവരേതാണെന്ന് തോന്നുന്നു, സുഹാനയുടെ അല്ല എന്തായാലും. അപ്പം വന്നിട്ടുണ്ട് 12 മണിക്ക് എണീറ്റ് മക്കളെയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് എല്ലാവരും കൂടി അടിപൊളി ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കേക്ക് മുറിക്കലാണ്. അത് കഴിഞ്ഞിട്ട് നാളെ വേറെ പരിപാടികൾ, നാളെ അല്ല ഇന്ന് ഇരിക്കും, വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഗോവയിലാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ, മഷൂറൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇൻ്റർവ്യൂ, ഒരു ആങ്കറിൻ്റെ മട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ ഈ മഷൂറ സുഹാനോട് ചോദിക്കുന്നുണ്ട്, ബഷീറിനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നിട്ട് വരെ വർത്തമാനം കണ്ടപ്പോൾ, ഇങ്ങനെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഒരു ഭാര്യനോട് ഇരുന്നിട്ട് നിൻ്റെ 10 നന്മകൾ ബഷീറിനെ പറ്റി പറയാനും പറയുന്നുണ്ട്, അതേപോലെ ഒരു 3 കുറവുകൾ ബഷീറിനെ പറ്റി പറയാനും, അതുപോലെ തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ബഷീറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാം. പള്ളി കമ്പ്യൂട്ടർ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നാച്ചുറൽ ആയിട്ട് അങ്ങനല്ലേ സൈക്കോടെ ഇരിക്കൂ. ഉമ്മി കുറെ ടാസ്ക് കൊടുക്കാം. 10 നല്ല സെന്റൻസ്, 10 ഞാൻ എണ്ണും. ഇപ്പൊ he is a good boy, he is a handsome, അങ്ങനെ ഒരു 10 നല്ല സെന്റൻസ്. 1 2 അടുത്ത പറ. നല്ലൊരു മനുഷ്യനാണ്. 3 നല്ല സ്വഭാവത്തിനുടമയാണ്. ഓ അത് തന്നെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കണം. 4 എക്സാം പേപ്പറിൽ ആൻസർ എഴുതിയ പോലെ ഉണ്ട്. നല്ല കെട്ടിയാനാണ്. 5 നീ ടൈപ്പ് ഉസ്താദാണല്ല, എക്സാം ഹാളിൽ ഇങ്ങനെ എഴുതാൻ തോന്നുന്നു. അടുത്ത പറ. 7 വെറുതെ നോക്കിയ കൈസ് വലിച്ച് നീറ്റ് ഒട്ടിച്ച്. 3 ബാക്കിയുണ്ട്, അത് പറ ആദ്യം, എന്നിട്ട് വളക്ക്. ബഷീർ എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്തായിട്ട് തന്നെയാണെന്ന്. പിന്നെ നല്ലൊരു സുഹൃത്ത്, ഒരു ഭർത്താവായി, കുട്ടികളുടെ തള്ളയായി. അതൊന്നും ഞാൻ ചോദിച്ചില്ല. 10 പറയാൻ നല്ലത് അതിലുണ്ട് എല്ലാം. 2 പറയുന്നേ ബാക്കി. ഇതെന്താ പറയണ്ട, പോട്ടെ. 8 ഞാൻ നിർത്താം. നൈസ്. ഇനി ഒരു 3 ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ പറ ബേബിയുടെ. എന്തായാലും പറയണം. അതില്ലാന്ന് നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂലല്ലേ, എനിക്ക് പറയാലോ ചീത്ത ക്യാരക്ടർ. ഇന്നിങ്ങനെ നാച്ചിക്കൂലേ ഞാൻ. ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ പറ സോന്, പേടിക്കാണ്. ഞാനുണ്ട് പറ. 3 പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒന്നെങ്ങനെ പറയണേ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുവാ. ഇഷ്ടമില്ലാത്ത സ്വഭാവം, അല്ലെങ്കിൽ ഇത് മാറ്റിയാ കൊള്ള എന്നുള്ള സ്വഭാവം. പ്രായം കൂടുന്നതും ദേഷ്യം വന്നിട്ടുണ്ടാകും. ചില സമയത്ത് ബുദ്ധിയില്ലാത്തവരെ കളിക്കും. പൊട്ടണ പോലെ അല്ലേ. അടുത്തത്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇപ്പം എന്നോടാണ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു 10 നന്മ പറയാൻ പറഞ്ഞാൽ ഞാൻ 10 നന്മകളും പറയും. അതേപോലെ തന്നെ 3 കുറവുകൾ പറഞ്ഞാൽ ഞാൻ 100 കുറവുകളും പറയും. അത് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. ഭർത്താക്കന്മാരോട് ചോദിച്ചാലും പറയും, ഭാര്യമാരോട് ചോദിച്ചാലും പരസ്പരം കുറ്റവും കുറവുകളും ഇല്ലാത്തൊരു ഇതില്ല. പക്ഷേ പാവം സുഹാന എനിക്കൊരു നല്ലൊരു ഇഷ്ടമുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം. ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നിനക്ക് എന്തേ വേറെ പണിയൊന്നും ഇല്ലേ, നിനക്ക് അവരെ ജീവിതത്തിൽ നീ എന്തിനാ തലയിടാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ വരും. ഇപ്പം നമുക്ക് കമൻറ്റൊക്കെ ചോദിച്ചിട്ട് സാറില്ല, അവർ ചോദിക്കട്ടെ അല്ലേ. കാരണം എനിക്കിപ്പോൾ അവരെ വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടാനുള്ള
ഇതുമുണ്ട്. അവരഭിപ്രായങ്ങൾ എന്നോട് പറയട്ടെ. എനിക്ക് സന്തോഷമുള്ളൂ. ഞാനും ഈ ഫാമിലിയായിട്ട് എനിക്കൊരു യാതൊരു ഇതുമില്ല. കാരണം അവരുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ യൂട്യൂബൊക്കെ അവരൊക്കെ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഈ ബഷീർ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഒന്നും ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണും. കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി, അതുപോലെ തന്നെ ഈ കൂട്ടിക്കൊണ്ട് പോക്ക്, അതേപോലെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പരമാവധി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സെലിബ്രേഷനുകളൊക്കെ. അപ്പോൾ എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ അവരെ ഇതാക്കുന്നില്ല. ഓരോരുത്തരുടെ ജീവിത സാഹചര്യത്തിൽ അവർ അടിപൊളിയായിട്ട് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ സെലിബ്രേഷനാണ്. അപ്പോൾ അതൊക്കെ സന്തോഷമല്ലേ. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കട്ടെ, എൻ്റെ വീട്ടിലൊരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വരുമ്പോഴത്തേന് ഒരു മാസം വയ്യാതെ കിടക്കും. ഇതിപ്പോൾ ഇന്നലെ മിഞ്ഞാന്നെങ്ങാണ്ട് സുനുമോളുടെ വലിയ കുട്ടിയായ ഒരു സെലിബ്രേഷൻ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കാരെ ഒരു ഇതാണ് കേട്ടോ, അത് സത്യമാണ്. അത് അങ്ങനെയാണ് അവർ അടിപൊളിയായിട്ട് ആഘോഷിക്കും. ഇപ്പം ഞങ്ങളുടെ നാട്ടിലും അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ അതൊക്കെ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഉള്ള നാട്ടിലത് ഇപ്പോൾ മഷൂറ പറഞ്ഞിരുന്നതിൽ എൻ്റെ നാട്ടിൽ അങ്ങനത്തെ ഒരു ആഘോഷമില്ല. എല്ലാവരും പ്രൈവസി ആയിട്ട് ആരും അറിയാതെ നടത്തുന്ന ഒരു സംഭവമാണെന്ന്. സത്യമാണ്. ഒരേ നാടിലും ഒരേ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന പോലെ ഈ ഇത് പറയാം, എന്ത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിനെ പറ്റി പറയാം. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ, എന്താണ് ബഷീറിൻ്റെ 10 നന്മകളെന്ന്. ഇവളൊക്കെ പിച്ചിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കണ്ണു കുറിച്ചിട്ട് എന്ത് നന്മകൾ, എന്ത് നല്ല. അപ്പോൾ ഇങ്ങനെ പറയാം, നല്ല ഭർത്താവാണ്, നല്ല ഇതാണ്, നല്ല ഇത്, അങ്ങനെ 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 പറയാം. അവൾക്ക് പറഞ്ഞു തന്നെ അവനെ എല്ലാ നന്മകളാണ് അവൻ ചെയ്യുന്നത് ഫാമിലിനെ പറ്റിയിട്ടും കുടുംബത്തെ. ഈ സുഹാനക്ക് ഏറ്റവും ഇപ്പം സമാധാനം സന്തോഷം കിട്ടുന്നത് മക്കളെ അവൻ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. അത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നതല്ല, എല്ലാ ദിവസവും അവരുടെ ജീവിതങ്ങൾ ഇങ്ങനെ വന്നു മറിഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെ നല്ല കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മാഷാഅല്ലാ മോള് നല്ലൊരു മോളുണ്ട്. കാരണം ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതാണ് ആ കുട്ടീനെ. കാരണം അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ കണ്ടത്. നമ്മളെ ഇവിടെയായിരുന്നു മഷൂറയുടെ നാട്ടിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ എന്തുട്ടാണ് ഈ 7ാം മാസത്തിലെ 7ാം മാസമല്ല 9ാം മാസമൊക്കെ ആയിരുന്നു അപ്പത്തെ മംഗലത്ത് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൽ ഞങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോ തിരക്കേടില്ലാണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെയാണ് അത്, അവരൊക്കെ വീഡിയോ തന്നെയാലും ബഷീറിൻ്റെ ചാനലിൽ വീഡിയോ തന്നെയാലും മുമ്പ് ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ അന്ന് ഉച്ചയ്ക്ക് ഇട്ട വീഡിയോ വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായി. നല്ല റീച്ചും കിട്ടിയിട്ടുണ്ടായിട്ട് ഒരുപാട് ചീത്ത വിളികൾ കേട്ട് എല്ലാം മഷൂറിനെ ഞാൻ പൊന്തിച്ച് പറഞ്ഞ് മഷൂറിനെ ഇങ്ങനെ വലിയ ആളായി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരാളെ താഴ്ത്തിയിട്ട് മുകളിലാക്കിയിട്ട് പറഞ്ഞതല്ല. എനിക്കും ഈ പറഞ്ഞ പോലെ 2 കല്യാണം കഴിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ സംഭവിക്കുമ്പോൾ നമുക്കറിയുള്ളൂ അതിൻ്റെ വേദന. അപ്പം അതുകൊണ്ട് സുഹാനക്ക് അവർ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തിനാ അവരുടെ ജീവിതത്തിൽ കൈ കടത്തേണ്ട കാര്യം, ആ ഒരു ഇതാണ്. അപ്പം അതിലന്ന് മഷൂറ നല്ലതായിട്ട് പോസിറ്റീവായിട്ട് എല്ലാവരോടും ഒരുമിച്ച് എല്ലാവരോടും നല്ല ഇതിൽ പെരുമാറിയിട്ടുണ്ടായി. അപ്പോൾ സുഹാനക്ക് ഈ പറഞ്ഞ പോലെ ഒന്നാമത് ഭാഷ അറിയുന്നില്ല. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഷൂറയുടെ ഇതായപ്പോൾ മഷൂറിനെ നല്ല കെയർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ ഉണ്ടായത്. അതിന് കുറേ ചീത്ത പറഞ്ഞിട്ടാണ്, സാറിൽ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് അന്ന് ഞാൻ ഈ സുനുമോളെ കണ്ടിട്ടുണ്ടായി. സുനുമോള് മറ്റുള്ള കുട്ടികളിലേക്ക് ഭയങ്കര വ്യത്യാസമുള്ളൊരു കൊച്ചിന് കേട്ടോ. അത് അവർ വളർത്തുന്നത് അനുസരിച്ചാണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ഒരു ഇതാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് വളർന്ന സാഹചര്യമാണ്. നല്ലൊരു മോളാണ്, നല്ല ഒതുങ്ങിയിട്ട് മറ്റുള്ള വേറെ വല്ലവരാണെങ്കിൽ ഒന്നാമത് സെലിബ്രിറ്റികൾ, അതേപോലെ തന്നെ 4 വശത്തുനിന്ന് വീഡിയോ എടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കുന്നു. പക്ഷേ ഈ ഒരു കുട്ടി പോയിട്ട് ഇരുന്നിട്ട് അവളുടെ അനിയനെ നോക്കിയിരുന്നിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ. അപ്പം ചിലവർക്ക് വലിയ പൗറിലിരിക്കും. അതൊന്നും അല്ല, അത്യാവശ്യം എല്ലാവരുടെ അടുത്ത് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും ചോദിച്ചതിനൊക്കെ മറുപടി. അതൊരു ചെറിയ കുട്ടിയല്ലേ, അന്ന് എത്രയാണ് 13 വയസ്സായ കുട്ടിയാണ് ഇപ്പം അല്ലേ, ഒരു വർഷത്തിന്. അപ്പം അങ്ങനെ എനിക്ക് സുനുമോളെ എനിക്ക് നല്ല ഇതാണ്, നല്ല ഇഷ്ടമായി, നല്ല എല്ലാവർക്കും കാണുന്നവർക്ക് നല്ലൊരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയി. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായാലും ആ മകളുടെ ഉമ്മയാണ് സോനു. അപ്പോൾ അതിൻ്റേതായ ഒരു ഈ ഉമ്മയുടെ നിന്ന് കിട്ടിയ ഒരു നന്മ വശമാണ് സുനുവിന് കിട്ടിയേക്കണമെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ സോനു എന്തിലും ഒതുങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇപ്പോൾ മഷൂറാണെങ്കിലും നല്ല ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും ഒക്കെയാണ്. പക്ഷെ സോനു ആ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒരു നൈറ്റി ഇട്ട് ഒരു ഷോൾ ഇട്ട് സാധാരണ ഒരു നമ്മളെ വീട്ടിൽ ഞാനൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ആ വീട്ടമ്മമാരെങ്ങനെയാണ് അതേപോലെയാണ് തലേ ഷാൾ ഇട്ടിട്ട് ഒരു നൈറ്റി ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വിശേഷങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനെ മഷൂറയും പിന്നെ ചോദിക്കുന്നു 10 കാര്യങ്ങൾ. ലാസ്റ്റ് അവൾക്ക് 8 തീർന്ന് അവൾക്കൊന്നും പറയാനില്ല. നന്മ നല്ലതാണ് എൻ്റെ വാക്കളുടെ വാപ്പയാണ്. പക്ഷെ ഇവളെന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേനും മഷൂർ അതങ്ങനെയല്ല ഇതിങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവളവിടെ നിർത്തിയിട്ടാണ്. പിന്നെ അവൾ അതിൻ്റെ ഇടയിൽ പറയണ്ടേ എല്ലാവരെ പോലെ എനിക്ക് കുറേ സംസാരിക്കാൻ അറിയില്ല, അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് പുകഴ്ത്തി പറയാനറിയില്ല. അപ്പം മഷൂർ എടുത്ത വഴിക്ക് ചോദിക്കുന്നത് അതാരും ഉദ്ദേശിച്ചാണോ എന്നെ ഉദ്ദേശിച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് കൊള്ളുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതെ പറയുമ്പോൾ നമ്മ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് കൊള്ളുന്നത്. അല്ലെങ്കിൽ അത് കൊള്ളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാം വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല അല്ലേ. അതേപോലെ തന്നെ 10 ചീത്ത കാര്യങ്ങൾ, ശരി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴും സുഹാനത് ഇങ്ങനെ കണ്ണുമുപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് അതും പറയാനില്ല, നന്മയില്ല തിന്മയില്ല പറയാൻ. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് പറയേ, നീ പറഞ്ഞാൽ മാത്രമാണ് ഞാനുണ്ട് നിനക്ക് കൂടെ, നീ ധൈര്യമായിട്ട് പറയുന്നത്. അപ്പോൾ എന്ത് അത്ര പേടി അങ്ങനെയൊക്കെ പറയുമ്പോൾ ബഷീറിനെ സുഹാനൊക്കെ പേടിയെന്ന് വരുത്തി തീർക്കാൻ പോലും ഈ മഷൂറ ശ്രമിക്കേണ്ടെന്ന് എനിക്കൊരു തോന്നിച്ചാട്ടെ. എനിക്കറിയില്ല ഇപ്പം ഇവളുണ്ട് എന്ന് പറയുന്നത് അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ഭാര്യ ഫസ്റ്റ് ഭാര്യ, എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഭാര്യ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇവളോട് പറയണം, നീ ധൈര്യമായിട്ട് പറയാം, എന്നിട്ട് വേണം എനിക്ക് പറയാനായിട്ട്. ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് 100 കാര്യങ്ങൾ പറയും ബഷീറിനെ പറ്റിയിട്ട് കുറ്റം പറയും. ഇത് ഇവൾക്കൊന്നും പറയാനില്ല. പറഞ്ഞു ഇവള് പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ത് എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ് വയസ്സാവും തോറും ദേഷ്യം കൂടുതലുണ്ടോ. പക്ഷെ വയസ്സായി 10-35 വയസ്സങ്ങാണ്ട് ആയിട്ടുള്ളൂ ബഷീറിന് തോന്നുന്നു. അതേപോലെ തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഈ സുഹാനയും ചെറുതായിരുന്നപ്പോഴാണ് വന്നത് എന്നുള്ളത് ഇവർ ആലോചിക്കുന്നില്ല. അതേപോലെ ബഷീർ ചെറുപ്പമായി വരുന്നതാണ്. അപ്പോൾ സുഹാന ഇത്തിരി പറഞ്ഞ പോലെ മക്കളുടെ ഉമ്മയൊക്കെ ആയപ്പോൾ വീട്ടിലോട്ട് ഒതുങ്ങിപ്പോൾ ഇത്തിരി തടിയൊക്കെ വെച്ചിട്ട് പിന്നെ അവളി പറഞ്ഞോട്ട് അധികം മുന്നിലോട്ട് വരുമ്പോൾ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. അത് കാണുമ്പോൾ അറിയാലോ, ഓരോ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ പിന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, മഷൂറ പറയും, നീ പറയും ഗുണ്ട. അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, എന്ത് ഗുണ്ടയാണാന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ എനിക്ക് ഇങ്ങനെ പേടിപ്പിച്ചിട്ട് നിർത്തി കൂടെ, അങ്ങനെ തമാശ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞ് ഇവൾക്കൊന്നും പറയാനില്ല കേട്ടോ. ഇത് തന്നെ പറഞ്ഞത്. പിന്നെ ഇവള് പറയുന്ന സൗന്ദര്യം കൂടി വരണുണ്ടെന്ന്. ശരിയാണ്, നമ്മളെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഭംഗിയായ ഭാര്യമാർ ഇങ്ങനെ അത് അവൾക്ക് നല്ല മനസ്സിന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഞാനായാലും അത് ഏത് ഭാര്യയായാലും അങ്ങനെ ഭർത്താക്കന്മാർക്ക് സൗന്ദര്യം കൂടിയും വരും, ഭാര്യമാർക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പേടിയാണ്, നമ്മളെ മാപ്പിളമാർ ഇനി ആരെങ്കിലും നോക്കുക അങ്ങനെ ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബഷീറിനോട് ചോദിച്ചു എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ അപ്പം സുഹാന പറഞ്ഞു, ഇപ്പം തുടങ്ങും, മതി നിർത്തുന്നു നന്മ. ഇപ്പം സുഹൃത്തായിരുന്നു, സുഹൃത്ത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് നല്ലൊരു ഭാര്യയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ 14 വർഷത്തിനുള്ളിൽ ഞാൻ 2ാമത് വിവാഹം കഴിച്ച് അതിലൊരു കൊച്ചായി എന്നൊക്കെ പറയും. പക്ഷേ സുഹാനയും ബഷീറും നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ബോണ്ടാണ് അവർ. ഒരു നല്ലൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ അവർ കറക്റ്റാണ്. അവർ എന്തുണ്ടെങ്കിലും വായ വെച്ച് എനിക്കങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ മാത്രം കേട്ടോ. ഈ ഇതിൽ മാത്രമാണ് എനിക്കത് കറക്റ്റായിട്ട് ഇവളെ വീഡിയോ എടുത്തിട്ട് കേക്ക് കൊടുക്കുന്നതും കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതും അല്ലാണ്ട് ഓവറായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക അങ്ങനെ എന്തുമില്ല, ഒരു ഇതുമില്ല, ഒരു പ്രഹസനവും ഉണ്ടായില്ല ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അല്ലെങ്കിൽ സുഹാനിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ സുഹാനിങ്ങനെ നീങ്ങി നിൽക്കും, അതങ്ങനത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവരത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സുഹാനക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ആക്ഷൻ കാണിക്കുന്നത് ഈ റൊമാൻസ് കളിയൊന്നും ഇഷ്ടമല്ല. ഒരു കൈ ഇടുമ്പോൾ തന്നെ അവൾ കൈ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ മഷൂറൊക്കെ അങ്ങനെയല്ല, ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ കുറച്ച് ആക്ഷൻ കൂടും, ഭയങ്കര സ്നേഹം കാട്ടെ. അപ്പോൾ ബഷീർ സുഹാന എല്ലായിട്ട് ഇത് പറഞ്ഞത് ബഷീർ പറയുന്നുണ്ട്. അപ്പോൾ ബഷീർ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് അവൻ പറയട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ പറയാം. ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു ലൈഫാണ്. ഒരിക്കലും ഇണക്കങ്ങൾ മാത്രമാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇണക്കങ്ങളും പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്നേഹവും എല്ലാം ഒരുമിച്ച് കൂടിയ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ലൈഫാണ്. എന്താ പറയുക, എൻ്റെ എല്ലാ പോരായ്മകളും സഹിച്ച് ജീവിക്കുന്ന ഒരു നല്ലൊരു ഭാര്യയാണ്. മനസ്സിലായി? ഇവർക്ക് ഇങ്ങനെ കയ്യൊന്നും ഇടാൻ പറ്റില്ല. ഇവളിപ്പോ മേത്തിങ്ങനെ കയ്യൊക്കെ ഇട്ടുണ്ടെങ്കിൽ അപ്പൊ തട്ടി പറ്റില്ല. എക്സാമ്പിൾ നെയ്യത്ത് ഷോർട്ട് ഫിലിം അതിനകത്ത് ചെറിയൊരു റൊമാൻറ്റിക് സീൻ തുടക്കം. അതിനകത്ത് എന്തെങ്കിലും നമ്മൾക്ക് റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കുന്ന പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പറ്റില്ല. മനസ്സിലായോ? ഞങ്ങൾ വളരെ റെയറാണ്. ഞങ്ങളുടേതായ ഒരു മൂമെന്റിൽ മാത്രം, പ്രൈവറ്റ് മൂമെന്റിൽ മാത്രമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് ഒരു ക്യാമറക്ക് മുമ്പിൽ ഒന്ന് അഭിനയിക്കാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മനസ്സിലായോ? അഭിനയിക്കുന്നില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ കേട്ടല്ല. അപ്പോൾ ബഷീർ പറയുന്നുണ്ട്, എനിക്ക് അഭിനയിക്കാൻ എനിക്കല്ല, ഞങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് അങ്ങനെ റൊമാൻസ് കളിക്കുന്നത് ഇഷ്ടമല്ല, അവൾക്കത് ഭയങ്കര നാണക്കേടാണ്. ശരിയാണ്, സുഹാന ഒരിക്കലും ബഷീറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഓവറായിട്ട് ഇങ്ങനെ നിൽക്കില്ല, കൊഞ്ചാനും കുഴയാനും നിൽക്കില്ല. അവളുടെ ഒരു പെർഫെക്റ്റ് സോണ്, അത് ആ ഒരു അതിലൊക്കെ ഉണ്ടാവുള്ളൂ. അവളുടെ മക്കളെ അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ, മഷൂറയുടെ കുഞ്ഞിനെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണിയില്ല അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്ന എപ്പോഴും അത് ഇവർ രണ്ടൊരു വീഡിയോ എടുക്കുമ്പോൾ അവൾ എവിടെ നിന്ന് എവിടെയെങ്കിലും കയറി വരുന്നത് കാണാം. പക്ഷെ മഷൂർ അങ്ങനെയല്ല. ബഷീറിനെ ചുറ്റിപ്പറ്റി ബേബി ഇപ്പം ഇത് പറയുമ്പോൾ എന്നെ കുറ്റം പറയരുത് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം ബേബി എന്നും പറഞ്ഞിട്ട് ബാക്കിലോട്ട് എന്നെ നടക്കും. ഇപ്പം ചിലപ്പോൾ എനിക്കറിയില്ല. അപ്പം ആ ഒരു ഇത് ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഈ മഷൂർക്ക് കൂടുതലും ഈ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത്. സോനുവിന് അങ്ങനത്തെ വരുന്നില്ല. പിന്നെ പറയുന്നത് നിനക്ക് ഇതെന്ത് പറയാൻ കാരണം, ഞാൻ അവരെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റിയാക്ഷൻ പറയുന്നതാണ്, എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. തെറ്റുണ്ടെങ്കിൽ ഇപ്പം ഒന്നും പറയാനില്ല, എൻ്റെ അഭിപ്രായം പറയുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സുഹാനന് ഇങ്ങനെ സോനുവിന് ഇഷ്ടമല്ല. സോനു ഇപ്പോൾ പുതിയൊരു
ഇത് വന്നിട്ടുണ്ട്, അവരുടെ നീയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായി, കുഴപ്പമില്ല, നല്ല അടിപൊളി അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ ഇതേപോലെ റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് ജസ്റ്റ് പെരുമാറാൻ പറഞ്ഞപ്പോൾ അതുപോലെ അവൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം അവൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില ഭർത്താക്കന്മാർക്ക് പെരുമാറുന്നത് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടാവും. അത് മഷൂറക്ക് സാധിക്കുന്നുണ്ട്. സോനുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കൊഞ്ചാനും കൊഴിയാനും പറ്റില്ല. അപ്പം ചില ഭർത്താക്കന്മാർക്ക് അതും താല്പര്യം, അവരുടെ താല്പര്യം അതായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു രണ്ടാമത് വിവാഹം കഴിക്കാനുള്ളൊരു സാഹചര്യം വന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം സോനു ഇങ്ങനെ ഒതുങ്ങിയ ഒരു കഥാപാത്രവും മഷൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി എല്ലാവരും മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള, എല്ലാവരോടും പെരുമാറാനും അടിച്ചു പൊളിച്ച് നടക്കാനുള്ളൊരു ഇതും. അത് മഷൂറ വന്നേ പിന്നെയാണല്ല ഇങ്ങനത്തെ ഒരു അവരുടെ ജീവിതം തന്നെ നമുക്കൊക്കെ അറിയാൻ സാധിച്ചത്. അല്ലെങ്കിലൊക്കെ ഇവരുടെ ജീവിതമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാതെ അല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. ആദ്യം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ബഷീർ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല, ക്യാമറയുടെ മുന്നിൽ റൊമാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ബഷീർക്ക് അവിടെയും കൊണ്ട് എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബഷീർ. അപ്പോൾ എല്ലാവരും അല്ല, എനിക്കതിലൊന്നും പ്രശ്നമല്ല. ബഷീർ പറയുന്നത് എനിക്കതിലൊന്നും പ്രശ്നമല്ല, പക്ഷെ സോനുവിന് അതൊന്നും ഇഷ്ടമല്ല എന്ന്. അപ്പോൾ സോനു പറഞ്ഞു എനിക്കതിലൊന്നും താല്പര്യമില്ല എന്ന്. അപ്പോൾ അതിലവിടെ തീർന്നു. പിന്നെ അവരുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ്. അപ്പം മഷൂറ കുറേയൊക്കെ പറഞ്ഞു നോക്കിയിട്ടേ സുഹാനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ പറയാനും നോക്കിയിട്ട് നടന്നിട്ടില്ല, കുറ്റങ്ങൾ പറയാനും നോക്കിയിട്ടില്ല, സുഹാന ഇതാക്കിയിട്ടില്ല. അപ്പോൾ സുഹാന ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല അടിപൊളി കുടുംബിനി തന്നെയാണ്. അവളാണ് ആ വീടിൻ്റെ ഒരു വിളക്ക് എന്നൊക്കെ പറയും, എല്ലാവരും പറയുന്നത് തന്നെ. എൻ്റെ അഭിപ്രായം അവളൊരു നല്ലൊരു ഇത് കൊണ്ടാണ് ആ ഫാമിലി അത്ര അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പം എനിക്ക് അവരോട് പിന്നെയും പറയുന്നു, അവരോട് എനിക്കൊരു യാതൊരു വിഷമങ്ങളോ ഒന്നുമില്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും പോയിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് അവരെ പറ്റിയിട്ട് ഒരു കുറ്റം പറയുകയൊന്നുമല്ല. ഇത് എനിക്ക് എൻ്റെ അഭിപ്രായം നിങ്ങളായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.